വീണ്ടും ജനിച്ച കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ ജനം പോലും ഈ സംഭവത്തെ, സത്യത്തെ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് the spirit behind their soul is not right. Check the flavor of your soul. നിന്റെ സോളിൻ്റെ ഫ്ലേവർ ഒന്ന് തിരിച്ചറിയുക. യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചത്, നിങ്ങൾ ഏത് സ്പിരിറ്റിന് അധീനരാണെന്ന് നിങ്ങൾ അറിയാമോ? അതായത് നിങ്ങളുടെ സോളിനെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പക്ഷെ നിങ്ങൾ അതനുസരിച്ചല്ല നിങ്ങൾ പറയുന്നത്. ആത്മീകരായി അവനവനെ കാണുക, മറ്റുള്ളവരെ വിവേചിക്കുക. ഇതേത് സ്പിരിറ്റാണെന്ന്. നമ്മൾ ലോകത്തിൻ്റെ സ്പിരിറ്റാണ് നമുക്കെങ്കിൽ നമുക്ക് ലോകത്തോട് ദാഹമായിരിക്കും. ദൈവത്തിൻ്റെ സ്പിരിറ്റാണ്, സ്വർഗത്തിൻ്റെ സ്പിരിറ്റാണ് നമുക്കെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തോട് താല്പര്യമായിരിക്കും. നേരത്തെ ലോകത്തിൻ്റെ സ്പിരിറ്റായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ സ്പിരിറ്റ് മാറി, ദൈവത്തിൻ്റെ സ്പിരിറ്റ് കയറി. പക്ഷെ വീണ്ടും പഴയ സ്പിരിറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം ഇപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, ബുക്കിൽ എഴുതിയ ന്യായപ്രമാണമാണ്. ഇനി ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയും നമ്മൾ പ്രാപിച്ചത്. പറഞ്ഞേ, ഈ ലോകം മുഴുവൻ പറ്റിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ലോകത്തിലെ മതങ്ങളൊക്കെ ഇരുട്ടിലാണ്. ക്രിസ്തീയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡബിൾ ഇരുട്ടില്ല. തിരിച്ചറിയുക, യേശു പ്രസംഗിച്ച സുവിശേഷം ഇല്ലാത്ത ക്രിസ്തീയ ഗ്രൂപ്പൊക്കെ ഡബിൾ ഇരുട്ടില്ല. ഹല്ലേലൂയ. കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? അദ്ദേഹം തനിക്ക് ഇവിടെ ഉള്ളതൊക്കെ അദ്ദേഹത്തിന് സെക്കൻഡറി ആയി, ലോകത്തുള്ളതൊക്കെ സെക്കൻഡറി ആയി. ഇതാ ഉടമസ്ഥനായ ദൈവത്തിനെ ഏൽപ്പിച്ചു. എനിക്ക് അങ്ങ് മതി, ഇതൊക്കെ അങ്ങയുടേതാ, ഇതെല്ലാം അങ്ങോട്ട് ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് തനിക്കുള്ള സകലതും ലോകത്തിൽ ട്രേഡ് ചെയ്തിട്ട് ഈ നിധി അങ്ങ് സ്വന്തമാക്കി. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. നിങ്ങൾ ഇവിടെ കടന്നു വന്നതിൽ, ഈ മീറ്റിങ്ങിൽ ട്യൂൺ ചെയ്തതിലൊക്കെ ദൈവം സന്തോഷിക്കുന്നു, ദൈവപുത്രനായ ക്രിസ്തു സന്തോഷിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, പ്രാർത്ഥനാലയത്തിലുള്ള ഏവരും സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടു കൂടെയുള്ള ജീവിതം എത്ര സന്തോഷമാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുക. ദൈവത്തോട് കൂടി നിങ്ങളെ പലരുടെയും മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ദൈവത്തോടുള്ള കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു റേഡിയേറ്റിംഗ് ലൈഫ് ജീവിതമാണ്. റേഡിയേറ്റിംഗ് ലൈഫ്. ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലൂടെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വ്യക്തതയോടെ കാണണം. നിങ്ങളൊരു ടോർച്ചും കത്തിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ നടന്ന് എങ്ങനെ ഇരിക്കും? അവിടെയൊക്കെ നിങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ പ്രകാശമായിരിക്കത്തില്ലേ? ഇതേപോലെ നിങ്ങൾ ഏതിലൂടെ നടന്നു പോകുന്നു അവിടെയൊക്കെ പിശാചുക്കൾ മാറി നിൽക്കും. കാരണം അവിടെയുള്ള പിശാചിൻ്റെ പ്രവൃത്തികൾ മാറി നിൽക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യമാണ് അത്. നിങ്ങളുടെ പ്രത്യേകതയല്ല, നിങ്ങളെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ പ്രത്യേകതയാണ് ആ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മുടെ കുറേ ബ്രെയിൻ പവർ കൊണ്ട്, കുറേ ബുക്ക് ഇൻഫർമേഷൻ കൊണ്ടൊന്നും അല്ല കാര്യം. അതിൻ്റെ അർത്ഥം പഠിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞേ. പക്ഷേ സകലത്തിൻ്റെയും ഉടമസ്ഥനായ, ശരിക്കും എൻ്റെ ഭാഷ പറഞ്ഞ എൻസൈക്ലോപീഡിയ, ആ അപ്പൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ കർത്താവ് പറയാണ്, ആ സമയത്ത് നിങ്ങൾ എന്ത് പറയണമെന്ന് വ്യാകുലപ്പെടുകയൊന്നും വേണ്ട. നിങ്ങളീ സംസാരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളുടെ അപ്പൻ്റെ ആത്മാവാണ്. അപ്പോൾ മറ്റൊരു തലത്തിലെ ജീവിതമുണ്ട്. ആ ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് നോക്കുക. ആ ജീവിതത്തിൻ്റെ പേരാണ്, ആ ടെക്നോളജിയുടെ പേരാണ് ഇമ്മാനുവൽ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ചിന്തിക്കുന്നു, ആ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മൾ ആരാണ്, എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ചിന്ത നമ്മളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നമ്മളല്ല ജീവിക്കുന്നത്, നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കും. ക്രിസ്തു അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിലൂടെ പിതാവ് ജീവിക്കും. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ജീവിതം. വളരെ ശ്രദ്ധയോടെ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ആ സ്തുതിഘോഷൻ്റെ കുടുംബത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അദ്ദേഹത്തിനൊരു കുടുംബമില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ കുടുംബം മുഴുവൻ ഈ സത്യത്തിലേക്ക് വന്ന് കയറുവാൻ ദൈവം കൃപ ചെയ്തു. എത്രയോ പേരിത് കേൾക്കണേ, അവരിത് പുറംതിരിഞ്ഞ് കാലുകൊണ്ട് തട്ടിയിട്ട് പോവുക. വീണ്ടും ജനിച്ച കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ ജനം പോലും ഈ സംഭവത്തെ, സത്യത്തെ അംഗീകരിക്കുന്നില്ല.
അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദെയർ സോൾ ഈസ് നോട്ട് റൈറ്റ്. ചെക്ക് ദ ഫ്ലേവർ ഓഫ് യുവർ സോൾ. നിൻ്റെ സോളിൻ്റെ ഫ്ലേവർ ഒന്ന് തിരിച്ചറിയുക. ഇത് സുവിശേഷം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ചെറിയൊരു സന്ദേശമാണ്. കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പാകെ ഇടരുത്. അപ്പോൾ യേശുവിനറിയാം പന്നി എന്ന് പറയുന്നൊരു വർഗമുണ്ട്, അതൊരിക്കലും നന്നാവില്ല. കാരണം അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അത് നിങ്ങളിടുന്ന മുത്തുകളെ ചവിട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ തിരിഞ്ഞിട്ട് നിങ്ങളുടെ നേരെ ആക്രമിക്കാൻ വരും. നമ്മൾ മനുഷ്യരെ കാണുന്ന ഈ ഒരു കാണുന്ന ശരീരമാണെന്നാണ് അല്ലേ? ഈ ശരീരമേ അല്ല മനുഷ്യൻ. ഇറ്റ്സ് മിയർലി എ മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ഈ നമ്മൾ CPU സെക്ഷൻ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ലേ? CPU, കീബോർഡ്, മോണിറ്റർ. ഈ ശരീരം എന്ന് പറയുന്നൊരു മോണിറ്റർ മാത്രമേ ഉള്ളൂ. മോണിറ്ററിലൂടെ അകത്തുള്ള സോളിലുള്ള ചിന്തകളാണ് പ്രദർശിക്കപ്പെടുന്നത്. ഇതാണ് യേശു പറഞ്ഞത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് മോണിറ്റർ സംസാരിക്കുന്നത്, അധരം സംസാരിക്കുന്നത്. മനസ്സിലായോ? ഹൃദയം ഇരിക്കുന്നത് മനുഷ്യൻ്റെ ദേഹിയിലാണ്, സോളിലാണ്. പക്ഷേ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് കൺട്രോളിങ് ദ സോൾ? വാട്ട് ഈസ് ദ ഫ്ലേവർ ഓഫ് ദ സോൾ? ഇതാ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചത്, നിങ്ങൾ ഏത് സ്പിരിറ്റിന് അധീനരാണെന്ന് നിങ്ങൾ അറിയാമോ? അതായത് നിങ്ങളുടെ സോളിനെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പക്ഷെ നിങ്ങൾ അതനുസരിച്ചല്ല നിങ്ങൾ പറയുന്നത്. ആത്മീകരായി അവനവനെ കാണുക, മറ്റുള്ളവരെ വിവേചിക്കുക. ഇതേത് സ്പിരിറ്റാണെന്ന്. ഒരു വത്സല്യ ആൻറ്റി, എച്ചമ്മ, 11 വർഷം എച്ചമ്മ, പേര് വിട്ടുപോയി. ആ ആൻറ്റി പറഞ്ഞ് ശ്രദ്ധിച്ചോ? ആൻറ്റി TPM സഭയിലുള്ള ആൻറ്റിയുടെ ബന്ധുക്കളോട്, സുവിശേഷം കേൾക്കുന്നവരോട്, പറയുന്നവരോട് ഇത് പറഞ്ഞിട്ട് അവരിത് അംഗീകരിക്കുന്നില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ക്രിസ്തീയ മക്കൾ മനസ്സിലാക്കുക, നിങ്ങൾ വിവേചിക്കാത്തത് കൊണ്ടായി പ്രശ്നം. ഒന്ന്, നിങ്ങളുടെ ഉള്ളിലെ സ്പിരിറ്റ് ഏതാണെന്ന് ഓരോരുത്തരും വിവേചിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു വീണ്ടും ജനിച്ചവരോട്, പിന്നെയും ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നേ. ഒപ്പത്തിനൊപ്പം വരണേ മക്കളെ. പരിജ്ഞാനം ഉണ്ടെങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ. ലോകത്തിൻ്റെ ആത്മാവും സുവിശേഷം പ്രസംഗിക്കും, പക്ഷേ അത് പിതാവിലേക്ക് എത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രസംഗിക്കുന്നവർ 90% സുവിശേഷത്തിലധികവും ഈ ബൈബിളിലെ സുവിശേഷം യേശു പ്രസംഗിച്ച സുവിശേഷം അല്ല. തിരിച്ചറിയുക. പക്ഷേ അതൊക്കെ സുവിശേഷമായിട്ട് തന്നെ പോണേ. അതിൽ ക്രിസ്തുവുണ്ട്, സുവിശേഷമുണ്ട്, ആത്മാവുണ്ട്. പക്ഷേ പൗലോസ് പറഞ്ഞു, അത് ഞാൻ പ്രസംഗിച്ചപ്പോൾ വ്യാപരിച്ച ആത്മാവല്ല, അത് മറ്റൊരാത്മാവാണ്. ഈ മറ്റൊരാത്മാവിനാൽ ആ സുവിശേഷം കേട്ട് നീ പിടിക്കപ്പെട്ടെങ്കിൽ, ദൈവരാജ്യ സുവിശേഷം കേൾക്കുമ്പോൾ നിനക്കത് ഇഷ്ടമാവില്ല, നീ വെറുക്കും. കാരണം യുവർ സ്പിരിറ്റ് ഈസ് ഡിഫറെന്റ്. അത് കബളിപ്പിക്കുന്ന സ്പിരിറ്റാണ്. ഇതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത്, സാത്താൻ പോലും പ്രഭാപൂരമായ മാലാഖയുടെ വേഷമണിയും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്, ഈ സുവിശേഷം പെർവേർട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. നിങ്ങൾ അത് കയറി ഏറ്റെടുക്കും. ജീവിതകാലം മുഴുവൻ യേശുവപ്പാ യേശുവപ്പാ എന്നും പറഞ്ഞ് നടക്കും. അവസാനം ഒറിജിനൽ യേശുവിൻ്റെ അടുക്കലെത്തുമ്പോൾ യേശു പറയും, ഞാൻ ഒരു കാലത്തും നിന്നെ അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു. ന്യൂ ഈസ് പാസ്റ്റ് ടെൻസ്, നെവർ റിലേറ്റഡ് ടു ടൈം.
ഞാൻ നിന്നെ അറിയുന്നില്ലെന്നല്ല പറഞ്ഞേ, ഐ നെവർ ഹോൾ ഓഫ് യുവർ ലൈഫ് ടൈം, നിന്റെ ജീവിതകാലത്ത് ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞു യേശുവിനെ, അത് ഞാനല്ല, അത് വേറെ ഏതോ ഒരു യേശുവാണ്. സാത്താൻ പോലും പ്രഭാപുരമായി മാലാഹയുടെ വേഷം അണിയുന്നു. ഇന്ന് കേൾക്കുന്ന 90% സുവിശേഷത്തിൽ അധികവും ബൈബിളിലെ യേശു പ്രസംഗിച്ച സുവിശേഷമേ അല്ല. അതാ ബൈബിളിൽ യേശു പറഞ്ഞ് ശിഷ്യന്മാരോട്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അവർ എൻ്റെ നാമത്തിൽ വരും. They will come in my name and they do have a message. അവർക്കൊരു സന്ദേശം ഉണ്ടാകും. They will say, I am the Christ. ഞാനാണ് ക്രിസ്തു എന്ന് അവർ പറയും. അവരാണ് ക്രിസ്തു എന്നല്ല അവർ പറയണേ, ഞാനാണ് ക്രിസ്തു എന്ന് അവർ പറയും. സത്യമല്ല പറയണേ. എന്നിട്ട് നിന്നെ ചതിക്കും. ഹല്ലേലൂയ. എന്നിട്ട് നിന്നെ ചതിക്കും. ഹല്ലേലൂയ. ഇത് യേശു പറഞ്ഞതല്ലേ മക്കളെ. നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, യു ആർ ടേക്കിംഗ് ദ ഗോസ്പൽ വെരി ലൈറ്റ്. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്, ദ സ്പിരിറ്റ് വിച്ച് കൺട്രോൾസ് യു ഇസ് ദ വേൾഡ്. ലോകത്തിൻ്റെ സ്പിരിറ്റാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവരാജ്യ സുവിശേഷം നീ ലൈറ്റായിട്ട് എടുക്കുന്നേ. ലൈറ്റായിട്ട് എടുക്കും. പറയട്ടെ നീ. എന്നാൽ അല്ലാത്തവൻ എങ്ങനെ എടുക്കുമെന്ന് അറിയോ നിങ്ങൾക്ക്? മത്തായിയുടെ സുവിശേഷം 13:44 പറയാണ്, അവൻ ഒരു നിധി കണ്ടു. നിധി. ആ നിധി കണ്ടപ്പോ ആ വ്യക്തി എന്ത് ചെയ്തറിയാമോ? തനിക്കുള്ള സകലതും വിറ്റു. എന്തൊക്കെ വിറ്റു? സകലതും. കാരണം അദ്ദേഹം കൺസിഡർ ചെയ്തു, എനിക്കുള്ള മൊത്തം കൊടുത്താലും ഇതിനോട് യാതൊരു തുല്യമാകത്തില്ല. അപ്പം ഇനി ഉള്ള കാര്യം പറയാം, എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല, ഞാൻ മൊത്തം അങ്ങ് തരാം, എനിക്ക് ഈ നിധി ഇങ്ങ് വേണം. മനസ്സിലായോ നിങ്ങൾക്ക്? എത്ര വെയിറ്റ് കൊടുത്തു മക്കളെ ആ വ്യക്തി, ആ നിധി? നിധി എന്തുവാ? യേശു പ്രസംഗിച്ച സുവിശേഷം അല്ലേ? അതല്ല നിധി, സ്വർഗരാജ്യമല്ലേ നിധി, ഇല്ലേ? ആ വ്യക്തി ആ നിധിക്ക് വേണ്ടി എത്ര കൊടുത്തു? തനിക്കുള്ള 5%, 10%, എത്രയും കൊടുത്തേ? മുഴുവൻ. അങ്ങനെയെങ്കിൽ ആ നിധിയിൽ, ഈ നിധിയെ ഈ വ്യക്തി എത്ര വില കണ്ടു? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ വാല്യൂ ആണ് ആ സുവിശേഷത്തിനുള്ള വാല്യൂ. എത്ര വില കണ്ടു? തനിക്കുള്ളത് മുഴുവൻ കൊടുത്താൽ ഇതിനോടൊക്കത്തില്ല. തനിക്കുള്ളത് മുഴുവൻ ട്രേഡ് ചെയ്ത് ആ നിധി അങ്ങ് വാങ്ങുകയാണ്. മത്തയി 13:44 എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ. ഈ ഒരു വെയിറ്റേജ് നമ്മൾ കൊടുക്കണം. നമ്മൾ എത്രമാത്രം വെയിറ്റ് കൊടുക്കുന്നു ദൈവത്തിന് അറിയാം. നമ്മളിതിനെ ലൈറ്റായിട്ട് എടുക്കരുത്. വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. എൻ്റെ മക്കളെ, ഈ പ്രാർത്ഥനാലയത്തിലുള്ളവരുടെ കാര്യം പറയണം. ഇത് കേട്ട് കേട്ട് ഞങ്ങൾക്ക് ലൈറ്റായി. അങ്ങനെ ലൈറ്റാകരുത്, അങ്ങനെ ലൈറ്റാകരുത്. നമ്മളിത് ലൈറ്റ് ആയതിൻ്റെ അർത്ഥമൊന്ന് ജീവിതം കണ്ടാലറിയാം ലൈറ്റായെന്ന്. വീണ്ടും പഴയതുപോലെ തന്നെ ജീവിതം. എന്നാൽ നീ ഇതിനെ കാര്യമായിട്ട് എടുത്തെങ്കിലുണ്ടല്ലോ, നിന്റെ ലൈഫ് നോക്കിയാൽ അറിയാം, എവറിത്തിങ് ടേൺഡ് അറൗണ്ട്. നീ മൂവ് ചെയ്യുന്ന മുഴുവൻ ഈ നിധി കൈവശമാക്കാനായിരിക്കും. ഇവിടെ പറയാണ്, ഒരു മനുഷ്യൻ വയലിൽ ഒളിച്ചു വെച്ച ആ നിധി കണ്ടു. നിധി കണ്ടിട്ട് തനിക്കുള്ളത് എല്ലാം വിറ്റു. എന്തോരം വിറ്റു? എല്ലാം വിറ്റു. ആ നിധി ഇങ്ങ് വാങ്ങുക. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന ആർക്ക് വിറ്റു എന്നാ? അപ്പുറത്തെ മേരിക്കുട്ടിക്കും ചാക്കോച്ചനും വിറ്റതല്ല, ഇതിൻ്റെ ഒറിജിനൽ ഉടമസ്ഥന് കൈമാറി. ഇനി ഒന്നും നമ്മുടേതില്ല, എല്ലാം ഒറിജിനൽ ഉടമസ്ഥനായ ദൈവത്തിൻ്റെതാണ്.
ഇനി അതിലൊന്ന് തൊടണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ പെർമിഷൻ വേണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പെർമിഷൻ വേണം. അത് ആർക്ക് കൊടുക്കണം? ഈവൻ കുടുംബ സ്വത്തായാൽ പോലും അത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കണം. പിന്നെ നമ്മളല്ല, അതിൻ്റെ ഒറിജിനൽ ഉടമസ്ഥനായ ദൈവമാണ്. നമ്മുടെ എന്തായാലും. അതുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ഇതിന് ശേഷം എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഒറിജിനൽ ഉടമസ്ഥനോട് ചോദിക്കട്ടെ. ഒറിജിനൽ ഉടമസ്ഥൻ തീരുമാനിക്കും. സകലതും വിറ്റു, ഇനി എൻ്റേതൊന്നുമില്ല. ഇതൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ ക്ലിയർ. കാരണം ഇമ്മാനുവൽ സ്ട്രക്ചറിന് എല്ലാം തലയായ ദൈവത്തിൻ്റെതാ. ഒന്നും സ്വന്തമായിട്ടില്ല, ഒന്നും സ്വന്തമായി ചെയ്യാനും കഴിയില്ല. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോകത്തിൻ്റെ സ്പിരിറ്റാണ് നമുക്കെങ്കിൽ നമുക്ക് ലോകത്തോട് ദാഹമായിരിക്കും. ദൈവത്തിൻ്റെ സ്പിരിറ്റാണ്, സ്വർഗത്തിൻ്റെ സ്പിരിറ്റാണ് നമുക്കെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തോട് താല്പര്യമായിരിക്കും. ലോകത്തിൻ്റെ സ്പിരിറ്റുള്ള ഒരു ഭക്തനാണ് നമ്മളെങ്കിൽ ഈ ലോകത്തിൻ്റേത് കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റേതായില്ല. അത് എല്ലാ മതക്കാരും ചെയ്യണതാ. അവരുടെ ദൈവത്തിൻ്റെ അടുക്കൽ പൂമാല, എണ്ണ, കതിന, ഇങ്ങനെ പലതും കൊടുത്ത് അവരുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കാൻ നോക്കുന്നു. ഇതല്ല ദൈവഭക്തി, ഇതല്ല ദൈവഭക്തി. അത് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതം സാധിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്ന പിശാചിൻ്റെ സിസ്റ്റമാണത്. ഇതാണ് പിശാച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. നീ എന്നെ, യേശുവോട് പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ തരാം. എന്നാൽ ദൈവരാജ്യ സിസ്റ്റം അതല്ല. മുമ്പേ യേശു പറഞ്ഞു, ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് വേണ്ടതിനെ ഫോളോ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിസ്റ്റം മനസ്സിലാക്കണം. സിസ്റ്റം അറിയാത്തത് കൊണ്ട് ഈ മക്കൾക്ക് പ്രശ്നം വരുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ നാളെക്കുറിച്ച് എന്തിനാ വിചാരപ്പെടണ്ടേ? ചിന്തിക്കേണ്ടെന്നല്ല പറഞ്ഞ, വിചാരപ്പെടുന്നേ. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അറിയാമോ? ദൈവരാജ്യം അന്വേഷിക്കണം. നാളത്തെ ദിവസം നിങ്ങൾക്കായി വിചാരപ്പെടും. എന്തേ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ മക്കളെ, ഇത് നിങ്ങൾ തിരിച്ചറിയാം. നാളത്തെ ദിവസം നിങ്ങൾക്കായി വിചാരപ്പെടും. കാരണം ഞാനോ നിങ്ങളോ പ്രാർത്ഥിച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അപ്പൻ പ്രാർത്ഥിച്ചിട്ടാണോ നമ്മൾ ഈ ഭൂമി ജനിച്ചേ? പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, മേരിക്കുട്ടി ജനിക്കട്ടെ ജനിക്കട്ടെ, അങ്ങനെയാണോ? ദൈവമാണ് നമ്മളെ ജനിപ്പിച്ചേ, അല്ലേ? അങ്ങനെയെങ്കിൽ ആ ദൈവത്തിനെ അറിയത്തില്ലേ നമുക്ക് ഓരോ ദിവസം എന്തൊക്കെ തരണമെന്ന്? ഇല്ലേ? ഇതൊക്കെ ദൈവം പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ സൃഷ്ടിപ്പിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഓരോ ദിവസം നമുക്ക് വരേണ്ടത് ദൈവം ചെയ്തു കഴിഞ്ഞു. തലയിലൊന്ന് പിടിച്ചേ, തലയിൽ ആ മുടി തൊട്ടില്ലേ? ഇത് കഴിഞ്ഞ 5 വർഷം മുമ്പുണ്ടായ മുടിയാണോ? പുതിയ മുടിയല്ലേ? അതെന്താ ഇപ്പോൾ വന്നേ? നേരത്തെ വന്നുകൂടായിരുന്നോ? ദൈവം ഈ മുടി ഇപ്പോൾ വരാനെന്ന് നിശ്ചയിച്ചേ? പിടുത്തം കിട്ടിയ? ഇതേപോലെ ഓരോ ദിവസവും നമുക്ക് വേണ്ടത് ദൈവം തൻ്റെ സിസ്റ്റത്തിൽ ദൂതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? തക്ക സമയമാകുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ വിടരും. തക്ക സമയമാകുമ്പോൾ. ഇതാ പറഞ്ഞ, ഓരോ ദിവസവും ദൂതന്മാർ അതിനുവേണ്ടി വിചാരപ്പെട്ടോളൂന്നേ. ദൈവം അവരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ ദൈവ സിസ്റ്റം വിചാരപ്പെട്ടോളും. നീ വിചാരപ്പെടേണ്ട. ആ ചിന്ത നിനക്ക് ദൈവം തരും. അത് നീ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പം ഇവിടെ പക്ഷേ ഈ ചിന്തകളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടു പോയി നമ്മുടെ ജീവിതത്തിൽ. ലോകത്തിൻ്റെ സ്പിരിറ്റ് കയറി പിടിച്ചു. 1 കൊരിന്ത്യർ 2:12 വായിച്ചേ. എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണം. സ്പിരിറ്റ് മാറിയോ എന്ന് അവനവൻ ചെക്ക് ചെയ്യുക. ഇന്ന് സ്പിരിറ്റ് ലോകത്തിൻ്റെ ആകരുത്. ലോകത്തിൻ്റെ സ്പിരിറ്റ് നിങ്ങളെ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിലായില്ല ആളുകൾ. ഈ ഫ്ലേവർ ഓഫ് ഫോർ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയിട്ടുണ്ട്? അപ്പോൾ ഒരു കേക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവരെന്നാ ചോദിക്കും? ഏത് ഫ്ലേവറാണ് ചോദിക്കാറുണ്ടോ? വാനില വേണോ അതോ ചോക്ലേറ്റ് വേണോ? ഇല്ലേ? ഇതേപോലെ തന്നെ നിങ്ങളുടെ സോളിൻ്റെ ഫ്ലേവർ ഏതാണ്? ലോകത്തിൻ്റെ സ്പിരിറ്റാണോ അതോ ദൈവത്തിൻ്റെ സ്പിരിറ്റാണോ?
മനസ്സിലായോ? ഇതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ ലോകത്തിൻ്റെ സ്പിരിറ്റ് ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ സ്പിരിറ്റ് മാറി, ദൈവത്തിൻ്റെ സ്പിരിറ്റ് കയറി. പക്ഷെ വീണ്ടും പഴയ സ്പിരിറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്. നേരത്തെ അങ്ങനെയല്ലായിരുന്ന ബുക്കിൽ എഴുതിയ ന്യായപ്രമാണമാണ്. രണ്ടും വേറെ വേറെയാ. നേരത്തെ നിങ്ങൾക്ക് ചോയ്സ് ഇല്ലായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. വായിച്ചേ 1 Corinthians chapter 2 verse 12. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. മക്കളെ, നമ്മുടെ പേരെന്താ? ജഡീകർന്നാണ് ആത്മീയർന്നാണ്? ആത്മീയർന്നല്ലേ? ഇല്ലേ? പക്ഷേ ഈ ആത്മമണ്ഡലത്തെക്കുറിച്ചൊരു ABCD നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പറയാണ്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. ദൈവം നമുക്ക് നൽകിയത് എന്താണ്? അറിവാനായി. അപ്പോൾ പർപ്പസ് പറയുന്നത് കേട്ടോ, വൺ ഓഫ് ദ പർപ്പസ് ഇതാ, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവകത്തുണ്ടെങ്കിൽ എന്തറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ? അപ്പോഴപ്പോൾ ദൈവം നമുക്ക് തരുന്നത് അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോഴപ്പോൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? നാളേക്കായി വ്യാകുലപ്പെട്ടോളൂ. ഓരോ ദിവസവും ഇതാ അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുക. അപ്പം ഇത് മറന്നു പോകരുത്. ഇനി ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. പറഞ്ഞേ, ഞാൻ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, വീണ്ടും ജനിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയത് ഞാൻ അറിയാനായി. ദൈവം എനിക്ക് നൽകിയത് ഞാൻ അറിയാനായി. ഇത് പറയുമ്പോൾ വല്ല ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾ? ഈ ഷാജി ജോസഫ് ദൈവത്തിൽ നിന്ന് കേട്ടത് പറഞ്ഞു, നിർബന്ധം പിടിക്കണു. അക്ഷരത്തിൽ നിന്ന് വായിച്ചതല്ല, ദൈവത്തിൽ നിന്ന് കേട്ടത് പറഞ്ഞു, നിർബന്ധം പിടിക്കണു. നിർബന്ധം പിടിച്ചതല്ല മക്കളെ, നിങ്ങൾ അതിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണതാണ്. ദൈവം നമുക്ക് തന്നത് അറിവാനായി. അപ്പോൾ ദൈവം നമുക്ക് തന്നത് നമ്മൾ എങ്ങനെ അറിയണേ? ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ്. പണ്ട് 2000 വർഷം മുമ്പ് വരെ ഇതാ ദൈവം തന്നത് ദൈവദാസന്മാർക്ക് കൊടുത്തതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവം ഉറങ്ങുവാണോ? അല്ല, ദൈവം ഇപ്പോഴും ലൈവാ, ഒരിക്കലും മരണമില്ല. അപ്പോൾ ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൻ്റെ ആത്മാവിനെ അത്രേ. ഓൺലൈനിലായിരിക്കുന്നത് ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കല്ലേ. ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. ദൈവം എനിക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞേ. ദൈവം എനിക്ക്, ഇത് പറയാൻ ഇത്രയും ബുദ്ധിമുട്ട് കണ്ടോ? വേറെ ഒന്നുമല്ല, ആ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പിടുത്താണ്, പിടിയാണ്. അങ്ങ് വിടണില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് കേൾക്കാതിരിക്കാനുള്ളൊരു ശ്രമമാണ്. ദൈവം എനിക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൻ്റെ ആത്മാവിനെ അത്രേ ഞാൻ പ്രാപിച്ചത്. ഇത് വിഷയം എന്താണെന്നറിയാം, പറയാൻ പറ്റാതെ ജീവൻ പറഞ്ഞ എവിടെ ഇരിക്കുക? ഈ സാധനത്തുമേൽ. ഇതെങ്ങാനും പറഞ്ഞു പോയാൽ അതോടെ ലോ കഴിയും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് പറയണം. ഹല്ലേലൂയ. ദൈവം എനിക്ക് നൽകിയത്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മൊബൈൽ എടുത്ത് പള്ളേക്കളാ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നാ പറയും? അയ്യടാ, മൊബൈൽ പള്ളക്കളഞ്ഞാൽ പിന്നെ നാളെ മുതൽ ലോകം എനിക്ക് തരുന്നത് ഞാൻ എങ്ങനെ അറിയും? അല്ലേ? ലോകം എനിക്ക് തരുന്നത് ഞാൻ എങ്ങനെ അറിയും? എൻ്റെ ജീവിതം കട്ടപ്പോകയാക്കല്ലേ പാസ്റ്ററെ. എടാ മോനെ, നിനക്ക് എടിമോളെ, നിനക്ക് ലോകം തരുന്ന അറിഞ്ഞാൽ മതിയോ? നിന്റെ അപ്പം തരുന്ന അറിയണ്ടേ? നിന്റെ അപ്പം തന്നത് അറിയാനുള്ള മൊബൈലല്ല, അതിനേക്കാൾ ഉപരിയുള്ള ഹെവൻലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലേ ദൈവത്തിൻ്റെ ആത്മാവ്. ഇത് കുഞ്ഞെ നീ ഒന്ന് അറിയുന്നേ. ഇത് നിന്റെ കയ്യിലുള്ള ആൻഡ്രോയിഡോ ഐഫോണോ അല്ല. അതൊക്കെ വില കൊടുത്ത വാങ്ങിച്ചാൽ കിട്ടും. പക്ഷെ പരിശുദ്ധാത്മാവ് വില കൊടുത്ത വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഒറിജിനൽ പരിശുദ്ധാത്മാവിനെ പല ആത്മാവ് അകത്ത് കയറിയിട്ടുണ്ടാകാം, അതൊന്നും സ്വർഗത്തിലുള്ള നിനക്ക് തരത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്റെ അകത്ത്. ദൈവം നമുക്ക് നൽകിയത് നമ്മളെ അറിയിച്ചിരിക്കും. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. അല്ലാണ്ട് ഇന്നും അക്ഷരത്തിലേക്കല്ല മൂവ് ചെയ്യണ്ടേ, അക്ഷരം കൊണ്ട് ഉറപ്പിക്കണം.
മനസ്സിലായോ? അക്ഷരം കൊണ്ട് ഉറപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയിൽ ആരും രക്ഷപ്പെടത്തില്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവനെ തരുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണം കൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല. വ്യക്തതയോടെ മനസ്സിലാക്കുക, പാപം ചെയ്യാതിരിപ്പാൻ ന്യായപ്രമാണം നമ്മളെ സഹായിക്കും. പക്ഷേ പലപ്പോഴും ജഡത്തിൻ്റെ ബലഹീന നിമിത്തം വീണ്ടും വീണുപോകും. ഇങ്ങനെയാണ് ദാവീദ് പോയി വീണത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വ്യക്തതയോടെ തിരിച്ചറിയുക. ഫസ്റ്റ് നമ്മുടെ സോളിൻ്റെ ഫ്ലേവർ ചേഞ്ച് ചെയ്യുക. അതിനാണ് ദൈവം ആദ്യം തന്നെ നമ്മളെ വീണ്ടും ജനിപ്പിച്ച്. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിറ്റിനാൽ വീണ്ടും ജനിച്ചു എന്നാൽ പേര് വരുത്തി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. പിന്നെ നമുക്ക് ഉടുപ്പിലും ഹാർമോണിയത്തിലും മതളത്തിലും നമ്മുടെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ ആത്മീയത ഉണ്ടാക്കിയെടുക്കാമെന്നല്ലാതെ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇതാണ് ബൈബിൾ അവസാനം ഇങ്ങനെയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ ദൈവവചനം ഈ സംസാരം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സംസാരം പലർക്കും ഇഷ്ടമല്ല. കാരണം എന്ന് പറയുന്നത് ദിസ് ഈസ് സ്പിരിറ്റ് ഓഫ് ഗാഡ്. ലോകത്തിൻ്റെ സ്പിരിറ്റുള്ള ആളുകൾ വേണ്ട, ഇതൊന്നും വേണ്ട, അവർ മാറിക്കൊണ്ടേയിരിക്കും. സ്പിരിറ്റ് വേറെ, അത് മനസ്സിലാക്കിക്കോളൂ. സ്പിരിറ്റ് വേറെ. ശരീരത്തിലൊരു മനുഷ്യനെ പോലെ നിൽക്കുന്നു, സ്പിരിറ്റ് വേറെയാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എല്ലാ സ്പിരിറ്റിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് പരിശോധിച്ചോളണം. സ്പിരിറ്റ് മനസ്സിലാക്കണം. ചെക്ക് ഔർ സ്പിരിറ്റ് ഫസ്റ്റ്. എനിക്കിത് കേൾക്കുമ്പോൾ വെറുപ്പാണോ ഉള്ളത്? ഹല്ലേലൂയ. അതോ എനിക്കിത് കേൾക്കുമ്പോൾ താല്പര്യമാണോ ഉള്ളത്? ഒന്ന്. ഇനി രണ്ട്, ഈ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ടോ? എൻ്റെ കയ്യിൽ നോക്കിയയുടെ മൊബൈലുണ്ട്, സോണിയുടെ മൊബൈലുണ്ട്, ഇതാ ആപ്പിളിൻ്റെ മൊബൈലുണ്ട്, സാംസങ്ങിൻ്റെ മൊബൈലുണ്ട്, ഓപ്പോയുടെ മൊബൈലുണ്ട്, ഐഫോണുണ്ട്, ഇല്ലേ, പല മൊബൈലുകളുണ്ട്. അതൊക്കെ ലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ. സ്വർഗത്തിലെ കമ്മ്യൂണിക്കേഷനായ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ ഉള്ളിലുണ്ടോ? ചെക്ക് ഔട്ട് സെൽഫ്. ചുമ്മാ നമ്മളെ തന്നെ വഞ്ചിക്കരുത്. അവസാനം കർത്താവ് ഞാൻ ഒരു കാലം നിന്നെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ പരിപാടി പൂട്ടി. ചെക്ക് ഔട്ട് സെൽഫ്. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ പറ്റിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ലോകത്തിലെ മതങ്ങളൊക്കെ ഇരുട്ടില്ല. ക്രിസ്തീയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡബിൾ ഇരുട്ടില്ല. തിരിച്ചറിയുക. യേശു പ്രസംഗിച്ച സുവിശേഷമില്ലാത്ത ക്രിസ്തീയ ഗ്രൂപ്പൊക്കെ ഡബിൾ ഇരുട്ടില്ല. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഒരു കർച്ചീഫ് കാണിച്ചു തരാം. ഇതൊരു ബ്ലൂ കർച്ചീഫ്. ദൈവം ഉൽപ്പത്തി 1:2, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം. ദൈവത്തിൻ്റെ പ്ലാൻ ആവിഷ്കരിച്ചു. ആ ആവിഷ്കരിച്ച പ്ലാന് അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഉൽപ്പത്തി 1:2 അത് ഇരിക്കുന്നു. എന്നാൽ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് മുഴുവൻ മൂടുകയാണ്. ഉൽപ്പത്തി 1:2 നിങ്ങൾ വായിക്കും ശരിക്കും. അതിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും പ്ലാനൊക്കെ കിടക്കണേ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ പാപത്തിലൂടെ പിശാച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മനുഷ്യനിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചു കേട്ടോ. ഇതാണ് നിങ്ങൾ മത്തായി 13:44 കേട്ടില്ലേ, വയലിൽ ഒളിച്ചു വെച്ച നിധിന്ന്. ഇതാണ് നിധി. ഇതുണ്ടോ, ഈ ബ്ലൂ കർച്ചീഫ് ഉണ്ടോ? ദൈവത്തിൻ്റെ പ്ലാൻ, പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി ദൈവത്തിൻ്റെ രാജാക്കന്മാരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്ലാൻ. ഇതാണ് നിധി. എന്നാൽ ഇത് കണ്ടോ, ഈ കർച്ചീഫാണ്, ബ്ലാക്ക് കർച്ചീഫ് ഉണ്ടോ? ഇതാണ് ലോകം. പിശാച് മനുഷ്യനെ കുടുക്കിയിട്ട് ഈ നിധിയെ ലോകം കൊണ്ടങ്ങ് മൂടി. ഇനി നിധി ആരെങ്കിലും കാണുമോ? വയലിൽ ഒളിച്ചു വെച്ച നിധിയായി മാറി യേശു പ്രസംഗിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം മുഴുവൻ ആ പിതാവിൻ്റെ പദ്ധതിയാണ്. എന്നിട്ട് ഈ വയലിലെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് സാംസങ് തന്നു, നോക്കിയ തന്നു, സോണി തന്നു. ഈ വയലിലെ കാര്യങ്ങൾ അറിയാൻ കണ്ടോ? എൻ്റെ മക്കൾ എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ഹല്ലേലൂയ. നമ്മളതുകൊണ്ട് വയലിലെ കാര്യങ്ങൾ ചെയ്തു. വയലിൽ ഡോക്ടറായി, എൻജിനീയറായി, പൈലറ്റായി, പള്ളിയിലെ കപ്പ്യാരായി, പലരുമായി ഇവിടെ മരിച്ചു വീണു വയലിൽ, അല്ലേ? പക്ഷേ ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരുവൻ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയെ കണ്ടു. നിങ്ങൾ കണ്ടോ? ഒന്ന് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടേന്നേ. കണ്ടോ? കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം, ജീവിതം കാണുമ്പോൾ തന്നെ. കണ്ടു, ഉറപ്പാണോ? പക്ഷെ പലരുടെയും ജീവിതം കണ്ടേ നിങ്ങൾ കണ്ടിട്ടേ ഇല്ലെന്നാ എനിക്കറിയാം. ഹല്ലേലൂയ. കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ?
അദ്ദേഹം തനിക്ക് ഇവിടെ ഉള്ളതൊക്കെ അദ്ദേഹത്തിന് സെക്കൻഡറി ആയി, ലോകത്തുള്ളതൊക്കെ സെക്കൻഡറി ആയി. ഇതൊക്കെ ഇതാ ഉടമസ്ഥനായ ദൈവത്തിനെ ഏൽപ്പിച്ചു. എനിക്ക് അങ്ങ് മതി, ഇതൊക്കെ അങ്ങയുടേതാ, ഇതെല്ലാം അങ്ങോട്ട് ഇതൊക്കെ സെക്കൻഡറി ആയി. സെക്കൻഡറി ആയിട്ട് തനിക്കുള്ള സകലതും ലോകത്തിൽ ട്രേഡ് ചെയ്തിട്ട് ഈ നിധി അങ്ങ് സ്വന്തമാക്കി. ഇതാണ് ദൈവത്തോടു കൂടെയുള്ള ക്രിസ്തുവിലുള്ള ജീവിതം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചെക്ക് അവർ സ്പിരിറ്റ്. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്ലേവ് ആക്കും. ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ വലിയ പണിയാ. ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, നോട്ട് ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി. ചെക്ക് അവർ സെൽഫ് ആൻഡ് ചേഞ്ച് അവർ സെൽഫ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ആത്മാവ് ആണ് എന്ന് മനസ്സിലായ ഒറ്റ കാര്യം ചെയ്താൽ മതി. യൂസ് ദ പവർ ഓഫ് യുവർ ടാങ്ക്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ആത്മാവേ ഞാൻ നിൻ്റേതല്ല, വിട്ടുമാറ. ദൈവത്തിൻ്റെ ആത്മാവേ എന്നെ വഴി നടത്ത്. ഹല്ലേലൂയ. അധികാരം നമ്മുടേതാണ്. കാരണം ഈ സ്പിരിറ്റ് എന്ന്, പുതിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാ. ആ ലോയുടെ പേര് പറയുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റ്. അത് ദ ലോ ഓഫ് ലിബർട്ടി എന്ന ബൈബിൾ പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം. ലോകത്തിൻ്റെത് അങ്ങനെയല്ല, അവൻ അതിൽ നമ്മൾ സ്ലേവ് ആക്കും. ദൈവാത്മാവിൻ്റെ ന്യായപ്രമാണം അങ്ങനെയല്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ചോയ്സ് നമുക്കുണ്ട്. ഹല്ലേലൂയ. മറ്റിടത്ത് ചോയ്സ് ഇല്ല. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഹല്ലേലൂയ. ചെക്ക് ദ ഫ്ലേവർ ഓഫ് യുവർ സോൾസ്. ഹല്ലേലൂയ. മനസ്സിലാക്കി നമ്മളെ തന്നെ ഗൈഡ് ചെയ്യുക, നയിക്കുക. നമ്മൾ ഒരു ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടറായിട്ട് മാറണം. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നിന്നാൽ ദൈവം വിടരണം. നമ്മൾ നിന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾ ഭൂമിയിൽ വിടരണം. അത് ജനത്തിൻ്റെ ഹൃദയത്തെ കത്തിക്കുവാൻ ഇടയാകും. പന്നികളുടെ അല്ല, അർഹതയുള്ള ദൈവ മക്കൾ. ഇതാണ് കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞത്, ഇതറിയുവാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു, അവർക്കോ കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ദൈവം നമ്മളെ ആരംഭിപ്പിച്ചു, അവസാനിപ്പിക്കാൻ കർത്താവ് കൂടെ ഉണ്ട്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.